ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ 1K ലൈക്ക് നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ താലി കെട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നമ്മുടെ ഗൗതം നിൽക്കുകയാണ്. പക്ഷെ ഗൗതം മനസ്സില്ലാ മനസ്സോടെയാണ് ആ താലി കെട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതി പറഞ്ഞു, സകല ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് മോന് ആ താലി നന്ദയുടെ കഴുത്തി കെട്ടിക്കൊടുക്കാന്. ഏതായാലും താലി എടുത്തിട്ട് നമ്മുടെ നന്ദേനെ തന്നെ ഗൗതം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോഴും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല നമ്മുടെ ഗൗതമിന്. ആരാണ് ഒറ്റുകാരി? അതിന് കറക്റ്റായിട്ടൊരു ആൻസർ അർജുൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് മടിക്കുന്നത്. എങ്കിലും എല്ലാവരുടെയും നിർബന്ധപ്രകാരം, എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടി നമ്മുടെ ഗൗതം ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. ഇതെല്ലാം കണ്ട് പിങ്കിയുടെ സമാധാനം കിട്ടി നിൽക്കുകയാണ് കേട്ടോ. പിങ്കിയുടെ സമാധാനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. താൻ ചെയ്തതെല്ലാം വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും പിങ്കിക്കില്ല. സൂക്ഷിച്ചു തന്നെയാണ് ഗൗതമിനെ നന്ദേനെ ഇങ്ങനെ നോക്കുന്നത്. കലി പൂണ്ട് തുള്ളി നിൽക്കുന്ന നമ്മുടെ നന്ദ. ഇതെല്ലാം കണ്ടിട്ട് ആശ്വസിച്ച് നിൽക്കുന്ന അർജുന് നല്ലൊരു ആശ്വാസം തന്നെയുണ്ട്. കാരണം അർജുന് അവരൊരുമിച്ച് ജീവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ നന്ദ മനസ്സിൽ ഹെടി കാണിച്ചു തരാടി, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും എന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാന്നുള്ള എൻ്റെ ആ ഒരു ദൗത്യം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം എനിക്ക് ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ മഹേശ്വരൻ പറഞ്ഞു, ഏതായാലും ഗൗതമോന്റെ കല്യാണം കൂടിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നല്ലോ, അത് മാറിയോ ലക്ഷ്മി എന്നിങ്ങനെ ചോദിച്ചപ്പം, അതെ, എൻ്റെ മനസ്സിൽ ഒരു വിഷമവും ഇല്ല, ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് പരിഹരിച്ച് തന്നാൽ വേറൊന്നും വേണ്ട എന്നിങ്ങനെ അരുന്ധതിയും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ല ഇനി എന്താ ഏട്ടത്തിയുടെ വിഷമം? അതെ, പറഞ്ഞ് ഞാൻ മടുത്തു. എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, എനിക്ക് കുഴപ്പമില്ല. ഇന്ദി വരത്തിന് ഒരു അവകാശി വേണം. ആ അവകാശിനെ നന്ദയും ഗൗതമും കൂടി എനിക്ക് തരണമെന്ന്. ഇത് കേട്ടത് നമ്മുടെ പിങ്കി കാലി തുള്ളിയില്ലേ നിന്ന്. ഏതായാലും നമ്മുടെ നന്ദയ്ക്ക് സന്തോഷമായിട്ടോ. നന്ദ ഒരു നാണത്തോടും ഒക്കെ കൂടി ഇങ്ങനെ ഗൗതമിന്റെ മുഖത്ത് നോക്കുക. ഗൗതമിന്റെ മുഖത്ത് യാതൊരു മുഖത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഗൗരവത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും അരുന്ധതി പറഞ്ഞു, ഗൗതമിന്റെയും നന്ദയുടെയും ഒരു കുഞ്ഞിക്കാല്. ആ കുഞ്ഞിക്കാല് ഈ വീട്ടില് ഓടി നടന്ന് കളിക്കുന്നതാ ഇവിടെ എല്ലാവർക്കും കാണേണ്ടത്. അതിനുവേണ്ടിയാ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മുടെ നന്ദനെ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കേട്ടോ. നന്ദയ്ക്ക് അത് കേട്ടപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ സന്തോഷമായേ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുനെയാണ്. അപ്പൊ അർജുൻ നേരെ റൂമിനകത്തേക്ക് ചെല്ലുന്നു. അപ്പൊ റൂമിനകത്ത് കുറച്ച് മുല്ലപ്പൂ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും മുല്ലപ്പൂ കണ്ട ഉടനെ തന്നെ നമ്മുടെ അർജുൻ ആ മുല്ലപ്പൂ ഒക്കെ എടുത്തു. മുല്ലപ്പൂ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് കയറി വരിക. പിങ്കി വന്ന് നോക്കിയതും നമ്മുടെ അർജുൻ മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണല്ലോ. പിങ്കി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് കാലി തുള്ളിയിട്ട് ഇയാൾ എന്താ ഈ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ആ മുല്ലപ്പൂ എടുത്തിട്ട് പിങ്കി വന്നത് ഇങ്ങനെ നോക്കി. അപ്പൊ പിങ്കിയോട് ചോദിച്ചു, അല്ല താൻ വന്നോ? അല്ല താൻ എന്താ അവിടെ നിൽക്കുന്നത്? താൻ അകത്തേക്ക് കയറി വാ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ പിങ്കി അകത്തേക്ക് കയറി വന്നപ്പം, അല്ല തനിക്ക് എന്താണോ പറ്റിയത്? തന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം. അല്ല എന്തെങ്കിലും മൂഡ് ഓഫ് തനിക്കുണ്ടോ? ഹേയ്, എനിക്ക് എന്ത് മൂഡ് ഓഫ്? എനിക്കൊരു മൂഡ് ഓഫും ഇല്ല. അല്ല താൻ എന്താ ഈ പൂ വെക്കാത്തത്? ഞാൻ താന് ഒരുങ്ങി വന്നപ്പോൾ മുതൽ ആലോചിച്ചതാ, എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. ഈ പൂവും കൂടെ വെച്ചിട്ട് കല്യാണത്തിന് പങ്കെടുക്കുന്നതായിരുന്നു നല്ലത്. പൂ വെച്ചില്ല എങ്കിലും പിന്നെ തന്നെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ പൊന്നും കൂടത്തിന് എന്തിനല്ലേ പൊട്ട എന്ന് പറഞ്ഞു. ഓ അർജുൻ എന്താ എന്നെ പരിഹസിക്കുകയാണോ? അല്ലടോ, തന്നെ എന്തിനാ ഞാൻ പരിഹസിക്കുന്നത്? ഒരു കോംപ്ലിമെന്റ് തന്നാലും മനസ്സിലാവില്ലെന്ന് പറഞ്ഞാല് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? അതെ, ഒരു കോംപ്ലിമെന്റും വേണ്ട എനിക്ക്, ആരുടെയും ഒന്നും വേണ്ട എനിക്ക്. ഇതിപ്പം എന്താണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? മേലോട്ട് പോയാൽ കീഴോട്ട് പോയി. ഇത്രയും നല്ലത് പറയാനും പറ്റില്ല, മോശം പറയാൻ പറ്റില്ല. ഓഹോ, ഇതിപ്പോ എന്താണോ ഞാൻ ചെയ്യുന്നത്? നല്ലത് പറഞ്ഞാൽ പറയും അങ്ങനെയാണെന്ന്, ചീത്ത പറഞ്ഞാൽ പറയും ഇങ്ങനെയാണെന്ന്. ആഹാ, എന്തൊരു നല്ല മണം. ഏതായാലും ഞാൻ മേടിച്ചോണ്ട് തന്ന മുല്ലപ്പൂ അല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും നൽകിയിട്ടെ ഈ മുല്ലപ്പൂ ഒന്ന് തന്റെ തലയിൽ വെക്കടോ. പിന്നെ മുല്ലപ്പൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ, നീ തിരിഞ്ഞു നിൽക്കേ, ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂ വെക്കാൻ തുടങ്ങിയതും അത് തട്ടി ഒരു ഒറ്റ ഏറായിരുന്നു കേട്ടോ. ഇത് കണ്ടത് നമ്മുടെ അർജുന് ദേഷ്യം വന്നു. അർജുൻ ചോദിച്ചു, തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, ആരെ കാണിക്കാനാ ഈ നാടകം?
നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് വന്നിരിക്കുന്നു കുറച്ച് മുല്ലപ്പൂവായിട്ട്. ഈ മുല്ലപ്പൂ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പിങ്കി എല്ലാം മറക്കുന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ ഒന്നും മറക്കാനേ ഈ പിങ്കിക്ക് മനസ്സില്ല. ഒരിക്കലും ഈ പിങ്കി അതിന് തയ്യാറാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പണ്ട് ആ ഒരു ഫസ്റ്റ് നൈറ്റില് ഫോൺ ചെയ്ത കാര്യം ഇങ്ങനെ അർജുൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. കാരണം അന്ന് നടന്ന ആ സംഭവം ഉണ്ടല്ലോ, ആദ്യമായിട്ട് നമ്മുടെ ഗൗതമും പിങ്കിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ അർജുൻ. അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, ദേ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ചോ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമല്ല താല്പര്യം. ഒരു ഏട്ടനും ഏടത്തെയും അവരുടെ ജീവിതം നന്നാക്കണം, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. നിങ്ങൾക്കാണോ ഗൗതമിനാണോ IPS ഒരു കേസ് അന്വേഷണവും നിരപരാധിത്വം തെളിയിക്കലും? നന്ദയുടെ നിരപരാധിത്വം തെളിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉറക്കം വരില്ലേ? ഇത് വല്ലാത്ത സൂക്കേടാ. ഇതിനെ ഒന്നാമതരം നല്ല സൂക്കേടെന്നാ പറയുന്നത്. എന്നിട്ട് ഒരു ഒടുവില് മുല്ലപ്പൂവും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുക. മനുഷ്യന്റെ സ്വൈര്യം മുഴുവൻ കളഞ്ഞിട്ട്. എന്താ മതിയായോ? അല്ല, നീ പറഞ്ഞത് നിർത്തിയോ? എങ്കിൽ പിന്നെ എനിക്ക് പറയാനുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് പ്രസംഗിക്കാനാ ഉള്ളത്? എനിക്കൊന്നും കേൾക്കണ്ട. അതെ, നീ എങ്ങോട്ടാടി പോകുന്നത്? നിന്നോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയാ മതി. അല്ലല്ലേ നീ ഓർക്കും ഞാൻ വെറും മണ്ടനാണെന്ന്. നിന്റെ ഭാര്യ വേഷവും അഭിനയ ചാതുര്യവും കണ്ടിട്ട് മയങ്ങിപ്പോയൊരു വിഡ്ഢിയാണെന്ന് കരുതിയോ? അഭിനയോ? എന്താ അർജുനി പറയുന്നത്? ദേ പിന്നെ നീ എന്താ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുവാണോ? നീ അഭിനയിക്കുന്നതാ. നിന്റെ മനസ്സിന്റെ കോണി പോലും ഞാനില്ല. അല്ല, അത് അർജുനാണോ പറയേണ്ടത്? അല്ല ഞാനല്ല, ഒരിക്കലും ഞാനല്ല പറയേണ്ടത്. നീ തന്നെ അത് പറയേണ്ടത്. അത് പലതവണ നീ പറഞ്ഞിട്ടുമുണ്ട്. നിന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന്. എങ്കിൽ പിന്നെ നീ പറ. അതിന്റെ മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ പിങ്കി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. അർജുൻ പറഞ്ഞു, നിനക്ക് ഇപ്പൊ പറയാൻ വയ്യല്ലേ? പിന്നെ നീ തന്നെ അത് പലതവണ പറഞ്ഞു കഴിഞ്ഞു. ആ പനിക്കിടക്കയിൽ വെച്ച് നീ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പിങ്കി. അത് നീ മറന്നു പോയി കാണും. പക്ഷെ ആ കേട്ടതൊന്നും ഞാൻ മറന്നു പോവില്ല. എനിക്ക് മറവിയില്ല. നീ അന്ന് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മുടെ അർജുൻ ആലോചിച്ചെടുക്കുകയാണ്. അങ്ങനെ ഐ ലവ് യു ഗൗതം എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞല്ലോ ആ കാര്യം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, നിന്റെ മനസ്സിന്റെ കോണിൽ പോലും ഞാനില്ല, ഗൗതമേട്ടൻ മാത്രമേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും സ്നേഹിക്കാൻ ഞാൻ, ക്ഷമിക്കാൻ ഞാൻ. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ ഇനി നിൽക്കരുത് പിങ്കി. എന്തിനാണെന്ന് പോലും എനിക്കൊരു നിശ്ചയമില്ല. എന്റെ ഈ ജീവിതം നിന്നെ സ്നേഹിക്കുന്നതും നിന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും എന്തിനാണെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ എനിക്ക് നിന്നെ വലിച്ചെറിയാം. പക്ഷെ ഞാൻ നിന്നെ വലിച്ചെറിയുന്നില്ല. അതിനൊക്കെ എന്താ കാരണമെന്ന് ചോദിച്ചാലേ സ്നേഹം മാത്രം എനിക്ക് നിന്നോടുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് എവിടെന്ന് പിങ്കിക്ക് വല്ല കുലുക്കമുണ്ടോ? പിങ്കി ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് മാറി പുച്ഛത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അർജുന്റെ കാര്യമൊന്നും ഒത്തിരി നല്ല രീതിയിൽ കേൾക്കാനോ അല്ലെങ്കിൽ പിന്നെ അത് കേട്ട് മനസ്സ് വിഷമിപ്പിക്കാനോ ഒന്നും നമ്മുടെ പിങ്കി തയ്യാറല്ല. പിങ്കി അങ്ങ് മാറി നിന്നു. ഈ സമയത്ത് നമ്മുടെ അർജുൻ പോവുകയും ചെയ്തു. അപ്പോഴാണ് പിങ്കി മനസ്സിൽ ഓർക്കുന്നത്, എന്റെ ഈശ്വര, അന്ന് പനിക്കിടക്കയിൽ ഞാനപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാ ഇത്രയും നാള് അയാൾ നടന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആ കട്ടിലയിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ കാണിക്കുന്നത് ഗൗതമിനെയാണ്. അപ്പം ഗൗതം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നന്ദ വന്നിട്ട്, ഇതെന്താ ഗൗതം സാർ ഇവിടെ നിൽക്കുന്നത്? അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇത്ര അന്വേഷിക്കാന്? ഞാനെന്താ നല്ല വല്ല വരൻ വല്ലതും ആണോ എല്ലാരെയും കാണാനും പ്രദർശന വസ്തുവായിട്ട് നിൽക്കാനും? അല്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചാല് ഞാൻ എന്ത് പറയാനാ? മറ്റുള്ളവരോടുള്ള ദേഷ്യം എന്നോട് തീർക്കാനാണെങ്കിൽ തീർത്തോ, വേറൊന്നും എനിക്ക് പറയാനില്ല. അതെ, മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി അതെനിക്ക് തൻ്റെ അടുത്ത് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എനിക്ക് അതിനേക്കാളും ദേഷ്യം നിന്നോടാ നന്ദ, നിന്നോട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴും നമ്മുടെ നന്ദ പേടിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ചോദിച്ചു, എന്താ സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാനെല്ലാം മറന്നും ക്ഷമിച്ചിട്ടും നിന്റെ കഴുത്തിൽ ഞാൻ വീണ്ടും താലി കെട്ടിയതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റി നന്ദ, അത് തെറ്റി. എന്റെ മനസ്സിൽ ഇപ്പോഴും അതേ ദേഷ്യം തന്നെയാ ഉള്ളത്. ഒരു ഒറ്റുകാരിയോടുള്ള പക, ആ പക കൊണ്ട് മാത്രമാ ഇപ്പൊ നന്ദ ഞാൻ നിന്നെ കാണുന്നത്. നിന്നെപ്പോലൊരു പെണ്ണ് തന്നെയല്ലേ അഭിരാമി. അവൾ ഏത് അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുമോ? അല്ല, അത് എന്റെ കുറ്റമാണോ? അവള് ചെയ്ത തെറ്റിനല്ലേ പിടിക്കപ്പെട്ടത്, അല്ലാതെ ഞാൻ ചെയ്ത തെറ്റ് ഏറ്റെടുത്ത് ജയിലിൽ കയറിയതൊന്നും അല്ലല്ലോ. ആണോ? അങ്ങനെയാണോ? അതെ, അവളുടെ ഭർത്താവ് വെച്ച് നീട്ടിയ ഔദാര്യ ഈ ജീവൻ. ആ കടപ്പാട് മറന്ന് എനിക്ക് യാതൊരു ജീവിതവും വേണ്ട, ഇല്ല. അവന്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. എന്താ ഗൗതം സാറിന് എന്നോട് കാര്യങ്ങൾ തുറന്നു പറയായിരുന്നുവല്ലോ. പറഞ്ഞിരുന്നുവെങ്കിൽ ആമിയെ പോലീസിന് ഒറ്റ കൊടുക്കില്ലായിരുന്നു അല്ലേ? സാർ, ഞാനല്ല ഒറ്റ കൊടുത്തത്.
മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഒരു പോലീസ് ഓഫീസറാ ഞാൻ. ഒരു ഒറ്റുകാരെ മനസ്സിലാക്കാനേ എനിക്ക് അധികം പ്രയാസമൊന്നുമില്ല. അല്ല പിന്നെ എന്താ സാറിന് എന്നെ മനസ്സിലാക്കാനാണോ പ്രയാസം? മതിയാക്ക്. ഇനി ഈ രീതിയിൽ തർക്കിക്കാൻ എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല. അല്ല സാറിന് ഞാൻ എങ്ങനെ വേണമെങ്കിലും സത്യം ചെയ്ത് തരാം സാർ. മതിയെന്ന് പറഞ്ഞില്ലേ, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ട. നീ ഒരാൾ കാരണമാണ് ഞാൻ ഇത്രയും മനസ്സമാധാനക്കേട് അനുഭവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആമി പിടിക്കപ്പെടാൻ ഒരേ ഒരു കാരണക്കാരിയുള്ളൂ, അത് നീയാ, അത് നീ മാത്രം. അതിന്റെ അവസാന ശ്വാസം വരെ ഞാൻ മറക്കില്ല, അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നോട് ക്ഷമിക്കുകയുമില്ല. ശരി, എങ്കിൽ പിന്നെ ഞാൻ വേറെ എന്ത് വേണമെന്ന് സാറ് തന്നെ അങ്ങ് സാറ് തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഞാൻ ചെയ്തോളാം. ഇനി ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരുന്നില്ല ഗൗതം സാർ എന്നിങ്ങനെ പറഞ്ഞു. അതായത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന് ഒരു കൂസലും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, സാറ് പറഞ്ഞോ? സാറ് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണോ? വേണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം ഇനി മുതൽ ഞാൻ നിന്നെ ഭാര്യയായിട്ട് കണ്ടോളാന്നോ സ്നേഹിച്ചോളാന്നോ ഒന്നുമല്ല. നമ്മൾ പിരിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരെ അനുഭവിക്കുന്ന വേദന അതോർത്തും മാത്രം ഞാൻ ജീവിക്കുക. നിന്റെ കൂടെ ഒരു ഭർത്താവിന്റെ വേഷം കെട്ടി നീ ഇവിടെ വന്ന് താമസിച്ചോ, അല്ല ഇവിടെ തന്നെ താമസിച്ചോ, ഒരു റൂംമേറ്റിനെ പോലെ അല്ലെങ്കിൽ രണ്ട് അപരിചിതരെ പോലെ. അതിനപ്പുറം മറ്റൊരു ബന്ധവും നമ്മൾ തമ്മിലില്ല. ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു. പറഞ്ഞല്ലോ, ഇതായിരിക്കണം ഇനി നിന്റെ മനസ്സിലുള്ളത്. എന്റെ മരണം വരെ നീ എന്റെ മുമ്പിൽ മറ്റൊരാൾ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോയി. ആകെ തകർന്നു പോയിട്ടോ നമ്മുടെ നന്ദയുടെ മനസ്സ്. ഇതൊക്കെ കേൾക്കുമ്പോഴൊരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെ ആ ഒരു രീതിയിലാണ് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ പിങ്കിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ പിങ്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അർജുൻ അങ്ങോട്ടേക്ക് ചെല്ലുക. എന്നിട്ട് അർജുൻ പറഞ്ഞു, അല്ല കുറെ നേരം ആയല്ലോ പിങ്കി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്, നീ ഒരു കാര്യം ചെയ്യുക, മുഖം കഴുകാൻ പറഞ്ഞു. വേണ്ട, നിക്ക്. കുറച്ച് മുമ്പ് നടത്തിയ വിചാരണയിലെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? മനസ്സിലായില്ല, നീ എന്താ ഈ പറയുന്നതല്ല. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നില്ല വലിയൊരു ക്രൈം പോലെ ഞാൻ ഗൗതത്തെ സ്നേഹിച്ചു എന്ന്? ആ പറഞ്ഞു, അത് പറഞ്ഞു. ഞാൻ സ്വബോധത്തോടെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നതല്ലേ പല തവണ. എന്നിട്ടും ഞാൻ തന്നെ മതി എന്ന് വാശി പിടിച്ചത് ആരാ? അത് നിങ്ങളല്ലേ വാശി പിടിച്ചത്? അല്ല അതുകൊണ്ട് എന്താ പറ്റിയത്? ഇനിയും നീ ആരെങ്കിലും മനസ്സിൽ കൊണ്ടു നടന്നോട്ടെ എന്നോർത്ത് മിണ്ടാതിരിക്കണോ? അതെ, വാ തുറന്ന് പറയണമായിരുന്നു ആദ്യം തന്നെ. ആ പനി കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നില്ലേ, ആ നിമിഷം തന്നെ പറയണമായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഈ വിഡ്ഢിവേഷം തുടരില്ലായിരുന്നല്ലോ. അപ്പം നമ്മുടെ അർജുൻ ഒന്ന് ഞെട്ടിട്ടോ. അങ്ങനെ നമ്മുടെ പിങ്കി പറഞ്ഞു, പറയ അർജുൻ, ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു പലതും. അപ്പോഴൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ സത്യമാണെന്നാ, നിങ്ങൾ ഒരു കള്ളത്തരവും എന്നിൽ നിന്നും മറയ്ക്കുന്നില്ലെന്നാ. പക്ഷെ നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വെറും കള്ളത്തരമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളൊരു കപട മുഖം മൂടി അണിഞ്ഞു നടക്കുകയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ നിങ്ങളുടെ ഈ സത്യസന്ധമായ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാ എന്റെ മനസ്സിലെ ആ കെടാത്ത തീ ഞാന് കെടുത്തിക്കൊണ്ടിരുന്നത്. ഒരു ഭാര്യ എന്ന ഉത്തരവാദിത്തം അല്പം ഞാൻ നിറവേറ്റുമായിരുന്നല്ലോ. പഴയ എന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് കൊന്നുകൊണ്ടിരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാ. പക്ഷെ നിങ്ങൾ അഭിനയിക്കുകയായിരുന്നു. പിങ്കി, നീ മാറില്ല, നീ ഒരിക്കലും മാറില്ല. നിനക്ക് മറ്റൊരു പുരുഷനെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അതെ, എന്റെ കാര്യം തീരുമാനിക്കുന്നത് അർജുനല്ലല്ലോ. അല്ല, ഞാനല്ല തീരുമാനിക്കുന്നത്, അതും ശരിയാ. പക്ഷെ നീ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പിങ്കി, നിന്റെ കാര്യങ്ങളെല്ലാം. നീ എന്നെക്കാളും ഈശ്വരനെക്കാളും ഒക്കെ സ്ഥാനം കൊടുക്കുന്നത് ആർക്കാ? ഗൗതം മഹേശ്വരന് മാത്രമാ നിന്റെ മനസ്സിൽ സ്ഥാനമുള്ളത്. അവസാനം നീ അവരെ തെരഞ്ഞു പോയത് എന്തിനാണെന്ന് നീ ഓർത്തു നോക്ക്. അത് പിന്നെ ഞാൻ നന്ദയ്ക്ക് വേണ്ടി അഭിരാമിയെ തെരഞ്ഞു പോയത് നീ നന്ദയ്ക്ക് വേണ്ടിയാ? ഗൗതമേട്ടന് വേണ്ടി തന്നെയാ നീ അഭിരാമിയുടെ പുറകെ പോയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അഭിരാമി എന്ന് പേരുള്ള ഒരു പെണ്ണ് കയറി വന്നപ്പം നിനക്ക് വേദനിക്കാനും വിളറി വെളുക്കാനും നിനക്കായിരുന്നു കൂടുതൽ ഉള്ളത്. അല്ലാതെ നന്ദയ്ക്കല്ലായിരുന്നു. കണ്ടുപിടിക്കാനുള്ള ധ്വരയും നിനക്ക് തന്നെയായിരുന്നു. എന്റെ ഭാര്യ ആയിരുന്നത് കൊണ്ട് നിനക്ക് ഒരിക്കലും ഗൗതമേട്ടന്റെ രഹസ്യങ്ങള് ചികഞ്ഞു പോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് നീ നന്ദയെ പിടിച്ച് മുന്നിൽ നിർത്തി നന്ദേനേക്കാളും ആവേശത്തോടെ കൂടി തന്നെ നീ ഗൗതമേട്ടന്റെ കാര്യങ്ങള് തെരഞ്ഞുപോയി. അല്ല, ഞാന് നന്ദയ്ക്ക് വേണ്ടി തന്നെയാ പോയത്. അല്ലാന്ന് വല്ല തെളിവുണ്ടോ നിനക്ക്? നീ പോയ വഴികളിലെല്ലാം നന്ദയെ മുന്നിൽ നിർത്തിയിട്ട് നീ പോയ ആ കാൽപ്പാടുകളെല്ലാം മാച്ചു കളഞ്ഞു, നന്ദയെ വെച്ചുകൊണ്ട് തന്നെ. പാവം നന്ദയെ നീ വെറും പൊട്ടിയാക്കി. പിന്നെ അവസാനത്തെ കളം അത് നീ വിജയിച്ചു എന്നാണോ തോന്നുന്നത് നിനക്ക്? ഇല്ല, അവസാന കളത്തിലും നീ വിജയിച്ചിട്ടില്ല. അതിലെ തെളിവുകളും നീ ബാക്കി വെച്ചു.
ഞാനും നന്ദയും ഒരുപോലെ തന്നെ സത്യങ്ങൾ തേടിപ്പോയപ്പം നീ അവിടെ ഒരു ഒറ്റുകാരിയുടെ കുപ്പായം എടുത്തല്ലേടി പിങ്കി അണിഞ്ഞത്. സംശയത്തിന്റെ നിഴലിലേക്ക് നന്ദേനെ നീക്കി നിർത്തിയിട്ട് നീ വിജയിച്ചു എന്ന് കരുതിയല്ലേ? ലാസ്റ്റ് ഒറ്റുകാരി നന്ദയായല്ലേ? ഇതൊക്കെ എങ്ങനെയാ നടന്നത്? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഈശ്വരൻ തെളിവുകളൊക്കെ എന്റെ കാൽ ചോട്ടി കൊണ്ടുവച്ചു. ഈശ്വരൻ എന്നുള്ളതുണ്ടടി, അതുകൊണ്ട് തന്നെയാ ഈ സത്യങ്ങളൊക്കെ വെളിയിൽ വന്നത്. ഇതൊന്നും ചെവി അറിഞ്ഞിട്ടില്ല. ഞാൻ മാത്രം, നന്ദയോ ഗൗതമേട്ടനോ ഈ വീട്ടിൽ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ നിനക്ക്? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വെറും വിഡ്ഢിയായി പോയെന്ന് ഞാൻ കരുതി. എനിക്കും ഇല്ലേ ഒരു സെൽഫ് റെസ്പെക്ട്? ശരിയാ, ഈ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ ചെയ്തത് തെറ്റു തന്നെയാ. അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ പിങ്കി പറഞ്ഞു. അപ്പൊ നമ്മുടെ അർജുൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണെ, എല്ലാം മറന്ന് അവൾ എന്നെ സ്നേഹിക്കുവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മാത്രം എനിക്ക് കേട്ടാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ പറയാ ആ പരിഹാരം. ഏതായാലും അതൊന്നും അല്ല. നമ്മുടെ പിങ്കി പറഞ്ഞു, എനിക്ക് 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 ഡിവോഴ്സ് വേണം അർജുന്. ഇത് കേട്ട് നമ്മുടെ അർജുൻ ഒന്ന് ഞെട്ടിപ്പോയിട്ട്, ഒരിക്കലും അർജുന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ആ ഡിവോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പിങ്കിനെ അത്രമാത്രം അർജുൻ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പിങ്കി ഇത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ അർജുൻ പിങ്കിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പിങ്കിക്ക് അതൊരു വലിയ ഷോക്കായത്. പിങ്കിക്കല്ല, സോറി, നമ്മുടെ അർജുൻ അതൊരു വലിയൊരു ഷോക്കായത്. അങ്ങനെ പിങ്കി പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. ആ ഡിവോഴ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. പിന്നെ അർജുൻ വിഷമിക്കൊന്നും വേണ്ട, ഈ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. ഞാൻ തന്നെ ഒരിക്കലും ഞാൻ അർജുനെ തെറ്റുകാരനാക്കില്ല. ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തോളാം. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി ഇറങ്ങിപ്പോകും. അപ്പൊ പിങ്കി അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞാൽ അരുന്ധതി ഉണ്ട്, മഹേശ്വരനുണ്ട്. അങ്ങനെ പിങ്കി പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? പിരിഞ്ഞു പോയ രണ്ടുപേരെ ഒന്നിപ്പിച്ചതിന്റെ സന്തോഷത്തിലല്ലേ ഇവിടെ എല്ലാവരും? ഞാൻ ഇന്നു മുതല് ഇവിടത്തെ ശപിക്കപ്പെട്ട ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ പോവാ. ഈ ഇന്ത്യവരത്തിലെ ശപിക്കപ്പെട്ട ജീവിതം. എന്താ മോളെ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശപിക്കപ്പെട്ട ജീവിതമോ? അതെ, ശപിക്കപ്പെട്ട ജീവിതം. അങ്ങനെ മാത്രമേ എനിക്ക് ഇതിന് പറയാൻ കഴിയൂ. അല്ലാതെ എന്താ ഞാൻ പറയേണ്ടത്? അയ്യോ മോളെ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഒരിടത്ത് പിടിച്ചു നിൽക്കാന് ഒരു മനുഷ്യരും ഒരു സ്ത്രീയും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഓരോ തവണ വേര് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോരുത്തർ വന്ന് പിഴുതെറിയും. ഞാൻ മടുത്തു. ഈ ജീവിതം ഞാൻ മടുത്തു. എന്റെ എല്ലാം ഞാനിവിടെ നഷ്ടപ്പെടുത്തി. എന്റെ കരിയർ, എന്റെ കുടുംബം, ഇനി ഒന്നും എനിക്ക് ഇവിടുന്ന് നേടാനില്ല. അതുകൊണ്ട് ആരും എന്നെ ഇവിടുന്ന് പിന്തിരിപ്പിക്കാമെന്ന് ഓർക്കണ്ട. ഞാൻ പോകുക. എനിക്ക് ഇവിടുന്ന് പോണം. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നന്ദയും ഗൗതമും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നന്ദയും ഗൗതമും വന്നു. അപ്പൊ ഇങ്ങനെ ഗൗതം ഇങ്ങനെ അന്താളിച്ച് നിപ്പുണ്ട്, നന്ദയും അവിടെ നിപ്പുണ്ട്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കാത്തിരിക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഡിവോഴ്സ്. ഏതായാലും നമ്മുടെ അർജുൻ ഒരിക്കലും ആ ഡിവോഴ്സ് താങ്ങാനാവില്ല. അർജുന്റെ അടുത്ത നീക്കം എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.